ഹലോ. ആ ഋതികെ, ഞാൻ കുറച്ച് ഫയലുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് പഠിച്ച ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരാൻ സാറ് പറഞ്ഞു. അർജന്റാ. അയ്യോ മാഡം, ഇത് നോക്കി റിപ്പോർട്ട് തയ്യാറാക്കാൻ കുറച്ച് ലേറ്റ് ആവില്ലേ? അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകാൻ വൈകും. ആ, ഇവിടുത്തെ ഡ്യൂട്ടി ടൈം തീരുന്നത് 5:30-ക്കാ. തനിക്ക് അത്രയും സമയം കിട്ടും. മാഡം, അതിനുള്ളിൽ എന്തായാലും ഇത് നോക്കി തീരില്ല. ഇപ്പൊ തന്നെ സമയം 4:30 കഴിഞ്ഞു. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. ഞാനൊന്ന് വീട്ടിൽ ഫോൺ ചെയ്ത് പറയട്ടെ, ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന്. അല്ലെങ്കിൽ അച്ഛൻ ടെൻഷനാവും. ഈ ഓഫീസിൽ ഡ്യൂട്ടി ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ട്രിക്റ്റാ. ആദ്യം ജോലി ചെയ്ത് തീർക്കാൻ നോക്ക്. ഇവിടെ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ആദ്യമൊക്കെ കുറച്ച് ലേറ്റ് ആവും. ജോലി പഠിക്കണ്ടേ? പിന്നൊരു കാര്യം, രാജു പഴയ ഭർത്താവാണെന്നുള്ള ചിന്തയൊന്നും വെറുതെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കാരണം എന്റെ അച്ഛന് രാജുവിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ ഒരു പ്ലാനുണ്ട്. പിന്നെ എനിക്കും രാജുവിന് വലിയ ഇഷ്ടമാണ്. അതിനിടയിൽ പഴയതെങ്ങാനും മനസ്സിൽ വെച്ച് സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നാ തനിക്ക് റിസൈൻ ലെറ്റർ തരുന്നത് ഈ റോഷ്നിയായിരിക്കും. ഓർമ്മ വെച്ചോ. നീ ആരെയാ അമ്മനെ കാത്തിക്കുന്നേ? ഋതുമോള് ഇതുവരെ വന്നില്ലേ ചേച്ചി? ഇതുവരെ വന്നില്ലേ? ആര് ചോദിക്കാൻ, ആരുപദേശിക്കാൻ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അച്ഛനെന്ന് പറയുന്ന ആൾക്ക് ഒരു കെൽപ്പും ഇല്ലാണ്ടായി. ഇനി അവൾക്ക് എന്തോ ആവാലോ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ആ പഴയ സ്വഭാവം നിർത്താനായിട്ടില്ലേ? ഈ നാശങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടും നിങ്ങളോട് എന്റെ ഭർത്താവും പ്രതാപേട്ടനൊക്കെ ക്ഷമിക്കുന്നതേ അവരുടെ കൂടെപ്പിറപ്പ് സ്നേഹം കൊണ്ടാ. അത് മറക്കരുത്. ഡീ, മതിയടി എന്നെ ഉപദേശിച്ചത്. അയ്യോ, ഇതെന്തു പറ്റി പ്രതാപേട്ട? എടാ, ഇതെന്തു പറ്റിയതാ? ആരോ കാർ ഓടിച്ചു പോയപ്പോ ചെളി തെറിച്ചതാ ചേച്ചി. ഏതവനാടാ നിന്റെ മേത്ത് ചെളി തെറിപ്പിച്ചേ? അതെനിക്കൊന്നും അറിയണമല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമല്ലേ. ഏട്ടാ, ഞാൻ വേറെ ഷർട്ട് എടുത്തിട്ട് വരാം. വേണ്ട. എത്രയോ നന്മകള് മനുഷ്യർക്ക് വേണ്ടി ചെയ്തൊരു മന്ത്രിയാ നീ. കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തി. ആ മഹത് വ്യക്തിയുടെ ഷർട്ടിലാ ചെളി തെറിപ്പിച്ചിരിക്കുന്നെ. ഇങ്ങനെയുണ്ടോ നന്ദി കേട്ടോ മനുഷ്യര്? ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന്. എന്തു ചേട്ടാ? ഒന്നും പറ്റിയില്ല ശേര. കാർ ഓട്ടിച്ചവരുടെ അശ്രദ്ധ കൊണ്ട് എന്റെ ദേഹത്ത് അല്പം ചെളി തെറിച്ചു, അത്രയേ ഉള്ളൂ.